Hello, welcome to my channel Homemade. ഹായ്, നമുക്ക് നവരാത്രിയൊക്കെ ആയിരിക്കുമല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നവരാത്രി സ്പെഷ്യലായിട്ട് ഉള്ള സ്വീറ്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. ഗീ മൈസൂർ പാക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണ് ഈ ഗീ മൈസൂർ പാക്ക് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ്. 1 കപ്പ് കടലമാവ് ഒന്ന് അരിച്ച് അതിലെ കട്ടകളെല്ലാം കളഞ്ഞ് എടുത്തിട്ടുള്ള കടലമാവാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് ചൂടാക്കിയാൽ മതിയാവും. കടലമാവിൻ്റെ ഒരു പച്ചമണമൊന്നും ഒരു പച്ചയായിട്ടുള്ള ഒരു ടേസ്റ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നത്. അധികം കട്ട പിടിക്കാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു 1-2 മിനിറ്റ് നമുക്ക് നെയ്യൊന്നും ചേർക്കാതെ ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒത്തിരി നേരം ചൂടാക്കരുത്. 1-2 മിനിറ്റിനപ്പുറം ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളറങ്ങ് മാറി ഡാർക്കായി പോവും. അതുകൊണ്ട് ഒരു 1 അല്ലെങ്കിൽ 2 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഇത്രയും മതി. ഇനി കടലമാവ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. 1.5 കപ്പോളം നെയ്യ്. 1 കപ്പ് കടലമാവിന് 1.5 കപ്പോളം നെയ്യ് വേണ്ടി വരും. 1.5 കപ്പ് നെയ്യ് ചെറുതായിട്ട് ഇതുപോലെ ചൂടാക്കി ഉരുക്കി വെച്ചിരിക്കുകയാണ്. അതിൽ 1 കപ്പാണ് ഞാനിപ്പോൾ ഇവിടെ കടലമാവുമായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ബാക്കി 1/2 കപ്പ് നെയ്യ് ഞാൻ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 1 കപ്പ് നെയ്യിലേക്ക് നമ്മൾ ഈ എടുത്ത 1 കപ്പ് കടലമാവ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കടലമാവ് നന്നായിട്ട് അരിച്ചെടുത്തില്ലെങ്കിൽ കട്ടയായി പോവും. നെയ്യിലിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ട പിടിക്കും. അപ്പോൾ അരിച്ചെടുക്കണം. നമുക്ക് ഈ 1 കപ്പ് നെയ്യിലേക്ക് ഈ കടലമാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ നെയ്യ് കൂടെ ആദ്യം തന്നെ ചേർക്കരുത്. ഒരല്പം നെയ്യ് 1/2 കപ്പോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ 1 കപ്പ് കടലമാവിന് വേണ്ടി ചേർക്കാൻ എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാം. പഞ്ചസാര പാനിയാക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളം തന്നെ ധാരാളമാണ്. ഇത് നന്നായിട്ട് പെട്ടെന്ന് അലിഞ്ഞു വരും. നമുക്കിത് തരിയെല്ലാം അലിഞ്ഞ് ഏകദേശം ഒരു നൂൽപ്പരുവാകുന്നവരെ നന്നായിട്ട് നമുക്കിത് തിളപ്പിച്ചു കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കട്ടിയായി പോകരുത്. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്കും കട്ടിയായി പോവും. അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ളതല്ല ഗീ മൈസൂർ പാക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ പഞ്ചസാര അധികം നൂൽപ്പരുവം ആകണ്ട. അതിന് തൊട്ട് മുന്നേ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവും നെയ്യും കൂടുള്ള കൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഈ പഞ്ചസാര പാനിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനി കുറച്ച് നേരം ഇങ്ങനെ ഒരു 5-10 മിനിറ്റോളം നന്നായിട്ട് അതിനകത്തിട്ട് വരട്ടിയെടുക്കണം. കടലമാവൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി ഇത് നന്നായിട്ട് വീർത്ത് വരും. കടലമാവിൻ്റെ എല്ലാ പച്ചമണവും മാറി നല്ല വെന്ത ഒരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ നന്നായിട്ട് ഇത് വീർത്ത് പൊങ്ങി വരും. അപ്പോൾ അതുവരെ നിർത്താതെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പതുക്കെ പതുക്കെ അതിങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പോൾ അതായത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അതിനകത്തുള്ള നെയ്യെല്ലാം അതിനകത്തേക്ക് നന്നായിട്ട് വലിച്ചെടുത്ത് അത് വീർത്ത് ഡ്രൈ ആയി വരും. ഒത്തിരി അങ്ങ് ഇറുകുന്നതിന് മുന്നേ തന്നെ നമുക്ക് വീണ്ടും കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മളൊരു അരക്കപ്പ് നെയ്യ് മാറ്റി വെച്ചിട്ടില്ലേ, അപ്പോൾ അതിൽ നിന്ന് അല്പമായിട്ട് നമുക്ക് നെയ്യ് ഇതിനകത്തേക്ക് കട്ടിയാകും തോറും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറേശ്ശെ നെയ്യായിട്ട് ചേർത്ത് കൊടുക്കുന്തോറും ഇത് അല്പം ഒന്നുകൂടെ ലൂസായി വരും. വീണ്ടും അതുപോലെ തന്നെ ചൂടാക്കി വരുമ്പോഴേക്കും കട്ടിയായി വരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്നതോറും വീണ്ടും ഇത് വീർത്ത് കുറുകി വരും. അപ്പോൾ നെയ്യ് കുറയുന്നതിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് പാകമായി കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ ഒഴിക്കുന്ന നെയ്യൊന്നും അതിലേക്ക് പിടിക്കില്ല. അപ്പോൾ ആ നെയ്യ് അങ്ങനെ തന്നെ അതിൽ കിടക്കും. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ ആവുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെയും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ പാക്ക് ഭയങ്കര കട്ടിയായി പോവും. അത് മൂത്ത് കളറൊക്കെ മാറി ചീത്തയായി പോവും. അപ്പോൾ ആ ഒരു പാകം നോക്കി ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് മൂത്ത് പോയാൽ സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ നെയ്യായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് പാകമാകുന്ന സമയം വരെ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് നെയ്യ് ആയിട്ടുണ്ട്. ഞാനൊരു അല്പം നെയ്യ് കൂടുതൽ കരുതിയിരുന്നു. 1.5 കപ്പ് എന്ന് പറഞ്ഞെങ്കിലും ഒരു 1/4 കപ്പ് ബാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. 1.25 കപ്പോളം എടുത്തെങ്കിലും 1.5 കപ്പേ ചിലവായിട്ടുള്ളൂ. 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ ഇപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇപ്പം നെയ്യൊന്നും ഇനി അതിലേക്ക് പിടിക്കില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കിത് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് മൂത്ത് പോവും. ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ അത് കട്ടിയായി പോവും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൈസൂർ പാക്ക് കിട്ടില്ല. അപ്പോൾ 1 കപ്പ് കടലമാവും 1 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് നെയ്യുമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു കണക്ക് മതി. ഒരല്പം നെയ്യ് കൂടുതൽ കരുതിയാൽ നമുക്ക് പോരെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ ഓരോ കടലമാവിൻ്റെ ടെക്സ്ചറിനനുസരിച്ച് ചിലപ്പോൾ ഒരല്പം നെയ്യുടെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഒരല്പം കൂടുതൽ നെയ്യ് കരുതുന്നത് നല്ലതാണ്. ഒരുപാട് നെയ്യ് വേണം. നമ്മൾ ഗീ മൈസൂർ പാക്കല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് ഒത്തിരി നെയ്യ് വേണം. 1 കപ്പ് കടലമാവിന് 1.5 കപ്പോളം നെയ്യെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ വല്ലപ്പോഴും അല്ലേ നമുക്കൊരു സ്വീറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗീ മൈസൂർ പാക്കിന് നെയ്യില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം ആവശ്യത്തിന് നെയ്യ് ചേർത്താൽ മാത്രമേ നമ്മുടെ മൈസൂർ പാക്ക് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ടും കിട്ടുള്ളൂ. നമ്മുടെ മൈസൂർ പാക്ക് ഇനി പാകമായിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കണ്ടെയ്നറിനകത്തേക്ക് നമുക്ക് അല്പം നെയ്യ് തടവിയിട്ടുള്ള കണ്ടെയ്നറാണ്, അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ച് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലൊരു കത്തിയിൽ നെയ്യ് തടവിയിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാം. പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. എഡ്ജിലുള്ള പീസിന് ഷേപ്പ് വ്യത്യാസം വരും, അത് കുഴപ്പമില്ല, നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. ഗസ്റ്റിനൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ നടുക്കുള്ള സ്ക്വയർ പീസ് നോക്കി എടുക്കുക. അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലെ പ്ലേറ്റിൽ വെച്ചാലും മതിയായിരുന്നു. എനിക്ക് അങ്ങനത്തെ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെച്ചത്. നല്ല സോഫ്റ്റാണ്, നല്ല മധുരവും പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഒടിച്ചു നോക്കുമ്പോൾ അറിയാം, അവൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, ഒട്ടും കട്ടിയില്ല. പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോരും, വായിലിട്ടാൽ അലുത്തു പോവും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.